നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഫേസ്ബുക്കിലൂടെ ഇക്കിളിപ്പെടുത്തുന്ന ചാറ്റിൽ പ്രവാസികളെ ലക്ഷ്യമിട്ട് പതിയിരിക്കുന്ന അപകടങ്ങൾക്ക് മുന്നറിയിപ്പുമായി ദുബായ് രംഗത്തെത്തിയിരിക്കുകയാണ്. ഇത് പ്രവാസികളുടെ ശ്രദ്ധയ്ക്കാണ്. വാർത്തയിലേക്ക്. സമൂഹ മാധ്യമങ്ങൾ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു കാലമാണിതെന്ന് ഓർക്കണം. ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നുള്ള നൂറുകണക്കിന് സുഹൃത്തുക്കളെ സമ്മാനിച്ചതിന് ഫേസ്ബുക്കിനോടും ഹാങ് ഔട്ടിനോടും വാട്സാപ്പിനോടും നന്ദി പറയാറുണ്ട് നമ്മൾ പലപ്പോഴും. യഥാർത്ഥ സൗഹൃദങ്ങൾ എപ്പോഴും നല്ലത് തന്നെ. എന്നാൽ ചിലപ്പോൾ ഇതിൽ പല കള്ള നാണയങ്ങളും ഒളിഞ്ഞിരിക്കുന്നുണ്ട്. സൂക്ഷ്മതയോടെ വേണം ഉപയോഗിക്കാൻ, ജാഗ്രതയോടെ വേണം സൗഹൃദങ്ങൾ തിരഞ്ഞെടുക്കാൻ. ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കും എന്നതിന് വ്യക്തമായ തെളിവുകളാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ നാടിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് പുറത്തു വന്ന ബ്ലാക്ക് മെയിൽ, അതായത് പണം തട്ടൽ സംഭവങ്ങൾ വ്യക്തമാക്കുന്നത് തന്നെ. തികച്ചും സ്വാഭാവികമെന്ന മട്ടിൽ ആരംഭിക്കുന്ന ഒരു ഫോൺ വിളിയോ വാട്സാപ്പിലും ഫേസ്ബുക്കിലും വരുന്ന മെസ്സേജോ ആണ് കുരുക്കിന്റെ തുടക്കം എന്നത്. സ്ത്രീയുടെ പേരിലുള്ള പ്രൊഫൈലിൽ നിന്നാണ് സന്ദേശങ്ങൾ എത്തുക. വളരെ സ്നേഹപൂർവ്വം മാന്യമായാണ് സംഭാഷണം ആരംഭിക്കുമെങ്കിലും പിന്നെ അതുണ്ടാകില്ല എന്നത് മാത്രം. നല്ല തമാശകൾ പറഞ്ഞ് എളുപ്പത്തിൽ സൗഹൃദങ്ങൾ സ്ഥാപിച്ചെടുക്കലാണ് ആദ്യ പടി എന്നത് ഓർക്കണം. ഏതാനും ദിവസത്തെ സംസാരം കൊണ്ട് ഇപ്പുറത്തുള്ള ആളുകൾ ജോലി, കുടുംബകാര്യങ്ങൾ, വിവിധ വിഷയങ്ങളിലെ താല്പര്യങ്ങൾ എന്നിവ മനസ്സിലാക്കിയെടുക്കും. താല്പര്യമറിഞ്ഞ ഭക്ഷണ വസ്തുക്കളുടെ, കുട്ടികളുടെ, സിനിമാ താരങ്ങളുടെ ചിത്രങ്ങൾ, മഹത്വചനങ്ങൾ അടങ്ങിയ പോസ്റ്ററുകൾ എന്നിവയെല്ലാം ഫോർവേഡ് ചെയ്യും. പിന്നെയാണ് ട്രാക്ക് മാറി തുടങ്ങുക. സംസാരത്തിൽ ഇക്കിളി കലർത്തിയും സ്വന്തം ജീവിതത്തിലെ രഹസ്യാനുഭവങ്ങൾ പറഞ്ഞ് ആവേശം കയറ്റും. ഇത്തരത്തിൽ എത്തുമ്പോഴേക്കും ഇക്കളി തീക്കളി എന്ന് മനസ്സിലാക്കി പിന്മാറി ബ്ലോക്ക് ചെയ്തിട്ടില്ലെങ്കിൽ പിന്നെ കാര്യം പോക്കാണെന്ന് പല അനുഭവസ്ഥരും തെളിവ് സഹിതം പറയുന്നുണ്ട്. ശരീരഭാഗങ്ങളുടെ ചിത്രങ്ങൾ അയച്ച് കൂടുതൽ പ്രലോഭിപ്പിച്ച് വീഡിയോ ചാറ്റിന് ക്ഷണിക്കുകയാണ് അടുത്ത പടി. ആ ക്ഷണം സ്വീകരിച്ചാൽ പിന്നെ തീർന്നു. വസ്ത്രങ്ങൾ നീക്കി കാണിച്ചും ലൈംഗിക വർത്താനങ്ങൾ പറഞ്ഞും സംഭാഷണത്തിനെയും സൗഹൃദത്തിനെയും ഗതി മാറും. ഇതൊക്കെ പലപ്പോഴും നിങ്ങൾക്കും അനുഭവപ്പെട്ടേക്കാം. തന്നെ പോലെ ചെയ്യാൻ ആവശ്യപ്പെടുകയും ചെയ്യും. മറ്റാരും കാണില്ലെന്നും രഹസ്യമാണെന്നൊന്നുമല്ലാതെ പ്രോത്സാഹനത്തിന് വഴങ്ങി അവ അനുകരിക്കുന്നതോടെ ശക്തമായ ആയുധം തട്ടിപ്പുകാരുടെ കൈവശം ലഭിക്കുകയാണ് ചെയ്യുന്നത്. സംഭാഷണം ചൂടുപിടിക്കുന്നതിനിടെ ചാറ്റ് കട്ടാവും. സംഭാഷണത്തിലെ ഭാഗങ്ങളും ചിത്രങ്ങളും ഉപയോഗിച്ച് വലവിരിക്കലും വിലപേശലുമാണ് അടുത്ത പടി. തുടക്കത്തിലെ മാന്യമായ സംഭാഷണത്തിനിടെ ചോദിച്ചറിഞ്ഞ വിവരങ്ങൾ ഉപയോഗിച്ച് കുടുംബാംഗങ്ങൾക്കും ജോലി ചെയ്യുന്ന സ്ഥാപനത്തിലേക്കും ഈ ചിത്രങ്ങൾ അയക്കുമെന്നാണ് ഭീഷണിപ്പെടുത്തുന്നത്. ഫേസ്ബുക്ക് വഴി ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കുമെല്ലാം അയക്കുമെന്ന് കേൾക്കുന്നതോടെ പലരുടെയും പാതി ജീവൻ തന്നെ അവതാളത്തിലാകും. അത് ചെയ്യാതിരിക്കാൻ ചെറിയ തുകകളാണ് ആദ്യം ചോദിക്കുക. പിന്നീട് അത് വൻ തുകയിലേക്ക് എത്തും. മാനക്കേടും ജോലി നഷ്ടവുമെല്ലാം ഭയന്ന് പലരും ചോദിക്കുന്ന പണം നൽകാൻ തയ്യാറാകും. കഴിഞ്ഞ ദിവസം കുരുക്കിൽപ്പെട്ട മലയാളി 67,000 ദിർഹമാണ് ഇത്തരത്തിൽ നൽകിയെന്നാണ് ലഭ്യമാകുന്ന വിവരം. മറ്റൊരു വ്യവസായിയിൽ നിന്ന് ലക്ഷക്കണക്കിന് ദിർഹമാണ് ഇത്തരത്തിൽ തട്ടിയത്. രാജ്യത്തെ ഒരു കോടതിയിൽ ഇത്തരം ചതിയിൽപ്പെട്ടവർ സമർപ്പിച്ച കേസും നിലവിൽ നിൽക്കുന്നുണ്ട്. ആളുകൾ അറിഞ്ഞാലുള്ള നാണക്കേടോർത്ത് പലിശയ്ക്ക് പണം വാങ്ങിക്കൊടുത്തവർ പോലുമുണ്ട്. സ്ത്രീകളാണ് ചാറ്റിൽ എത്തുന്നതെങ്കിലും ക്രിമിനലുകളായ പുരുഷന്മാരും ഇവർക്കൊപ്പമുണ്ട് എന്നാണ് പോലീസ് പറയുന്നത്. സ്ത്രീകളുമായി സൗഹൃദം സ്ഥാപിച്ച് ഇത്തരത്തിൽ ചിത്രങ്ങളും വീഡിയോകളും ശേഖരിച്ച് ഭീഷണിപ്പെടുത്തുന്നതിന് പുറമെ അശ്ലീല സൈറ്റുകളിലേക്ക് വിൽക്കുന്ന കണ്ണികളും ലോകവ്യാപകമായി വലവിരിച്ചിട്ടുമുണ്ട്. ഇത്തരത്തിൽ വാർത്തകൾ ശ്രദ്ധിക്കാതെ പോകരുത്. ഇതെല്ലാം സൂചന മാത്രം. ഇതൊന്നും തിരിച്ചറിഞ്ഞില്ലെങ്കിൽ നമ്മുടെ ഭാവി തന്നെ അവതാളത്തിലായേക്കും. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.